ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചോറും കറിയും ഒന്നുമല്ല, ഇതൊരു മോയ്സ്ചറൈസിങ് വിത്ത് വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. നമ്മുടെ ഫേസിലെ കുരുക്കളും അതേപോലെ അതുമൂലം ഉണ്ടാകുന്ന പാടുകളും പിന്നെ കണ്ണിന് ചുറ്റുമുണ്ട ഡാർക്ക് സർക്കിള് പിന്നെ അൺഈവൻ സ്കിൻ ടോണ് എന്നിവയ്ക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ ക്രീം. നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകും. അതേപോലെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും എപ്പോഴും. കാരണം ഇതിനകത്ത് അലോവേരയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. അപ്പം സ്കിൻ നല്ല ഗ്ലോ ആവും. ഞാൻ പറയുന്ന പോലെ അൺഈവൻ സ്കിൻ ടോൺ ആണെങ്കിലും അതേപോലെ കരിമംഗലം ഉണ്ടല്ലോ, കുറച്ച് 40 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന മിക്ക ആൾക്കാർക്കും കാണും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്നത് നല്ലതാട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ഇപ്പോൾ സാധാ വലിപ്പമുള്ള 3 അലോവേര ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ചെറിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടറ്റോ വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പച്ച നിറത്തിലുള്ള ആ തൊലിയെല്ലാം മാറ്റിക്കളയാം. നന്നായിട്ട് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാവും. മിക്ക ആൾക്കാർക്കും അലർജി ഉണ്ടാകുന്നത് ഇതിലെ ആ ലിക്വിഡും അതേപോലെ ഈ തൊലിയുമാണ് കേട്ടോ. ചിലർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ തൊലിയെല്ലാം മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ജെല്ല് മാത്രമാണ് എടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 തവണയെങ്കിലും ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റോളം ഇങ്ങനെ മുക്കി വെക്കാം. അപ്പോൾ നമ്മൾ എപ്പോൾ അലോവേര ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹെയറിനാണെങ്കിൽ തന്നെയും ഇതേപോലെ നന്നായിട്ട് കഴുകി വേണം എടുക്കാൻ. നമ്മൾ പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ തന്നെ കുത്തിച്ചരി വെച്ചിട്ട് അതിൻ്റെ ആ മഞ്ഞ ലിക്വിഡ് കളഞ്ഞിട്ട് എടുക്കുന്നു. എന്നാലും തന്നെയും അതിനകത്ത് കാണും കേട്ടോ. നമ്മൾ ഇതേപോലെ കഴുകിയെടുത്തില്ലെങ്കിൽ നല്ല ചൊറിച്ചിലുണ്ടാവും. പ്രത്യേകിച്ചും അലർജി ഉള്ളവർക്ക് നല്ല ചൊറിച്ചിലുണ്ടാവും. കാരണം എനിക്കുണ്ട് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം കുറച്ച് നേരം ഇത് മുക്കി വെക്കാം. എന്നിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം കേട്ടോ. ആ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് ആ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, അതും തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പ ഉപയോഗിക്കേണ്ട. കാരണം അരിപ്പ ഉപയോഗിച്ചാൽ കുറച്ച് പാടാണ് വീഴാൻ വേണ്ടി. നമുക്ക് ഇതേപോലെ ഒരു നെറ്റ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പഴയ കുട്ടികളുടെ ഫ്രോക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഷോളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ, അതുപോലെ പഴയതുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അരിപ്പ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേപോലെയുള്ള നെറ്റ് എടുക്കുന്നതാണ്. ഞാൻ ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പം അരിപ്പയിലൂടെ അരിച്ചപ്പോൾ നന്നായിട്ട് പാടുപെട്ട് അരിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ അതുകൊണ്ട് ഞാൻ ഇതേപോലെ നെറ്റ് എടുത്തപ്പോൾ നല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കത് അരിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തില്ല. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഇളക്കിയാൽ മതി, അപ്പോഴത്തേക്കും കുറുകി വരും. അപ്പം നമ്മുടെ കിഴങ്ങിനകത്ത് നല്ല സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് നല്ല ക്രീം ടെക്സ്ചറായിട്ട് കിട്ടും. കാരണം ഇത് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ക്രീമായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ ഒരു ക്രീമായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ കിഴങ്ങ് ഉപയോഗിക്കുന്നത് ഈ ക്രീം ടെക്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രമല്ല, സ്കിന്നും വൈറ്റനിങ് ആവാൻ വേണ്ടി. അറിയാമല്ലോ, നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അലോവേര മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ഫീലിംഗ് അത്രയേ ഉള്ളൂ. പക്ഷേ സ്കിന്നിൻ്റെ ആ ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ ഈ കിഴങ്ങും കൂടെ ആകുമ്പോൾ നല്ലതാണ്. കാരണം നമ്മുടെ ഇത് നാച്ചുറലായിട്ടുള്ള ഐറ്റംസ്, നമ്മൾ കെമിക്കലായിട്ടുള്ള യാതൊരു ഐറ്റവും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ നല്ലൊരു മാറ്റം ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ തണുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ, അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ്, മുഖത്ത് തേക്കുന്നതിന് മുമ്പ് കൈയുടെ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് വേണം ചെയ്യാൻ. ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും അലർജി പ്രശ്നം ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിന്നല്ലേ, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പം ഒന്ന് നോക്കിയിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഒരു 2-3 ആഴ്ച, 2-3 ആഴ്ച പോകത്തില്ല, 2.5 ആഴ്ച വരെ ഫ്രിഡ്ജിൽ ഇരുന്നോളും. പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ച് പെട്ടെന്ന് ചീത്തയാവും. കാരണം നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇത് ചീത്തയാവും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിത് തേച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മുഖം ഒന്ന് വലിഞ്ഞു വരും. അപ്പോഴത്തേക്ക് ഒരു ഫ്ലേക്സ് ആയിട്ട് ഇത് ഇളകി വരും. കാരണം അത് ഈ സ്റ്റാർച്ച് ആട്ടോ, കിഴങ്ങിലെ സ്റ്റാർച്ചാണ് ഈ
ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ ഇളകി വരുന്നത്. നമ്മളതൊരു നനഞ്ഞ തുണി കൊണ്ടോ വല്ല ഒന്ന് തുടച്ച് മാറ്റിയാൽ മതി. അപ്പോഴത്തേക്കും ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് തേച്ചുകൊണ്ട് ഉടനെ പുറത്ത് പോരുത്, ഇങ്ങനെയൊരു പ്രശ്നം ഇതിനുണ്ട് കേട്ടോ, അത് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു വരുന്നത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഓക്കെ, താങ്ക്